നമസ്കാരം. സിദ്ധാർത്ഥിൻ്റെ മരണം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ കോളിളക്കമുണ്ടാക്കിയൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് ഓരോരുത്തരും ഓരോ മലയാളികളും ഞെട്ടലോടുകൂടി മാത്രമാണ് അതിനെ എതിരേറ്റിരിക്കുന്നത്. SFIയുടെ ക്രൂരമായ അതിഭീകരമായ മൃഗതുല്യമായ ഈ സംഭവത്തിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ അഖിൽ മാരാർ ഈ കാര്യത്തെക്കുറിച്ച് വളരെ നിശിതമായ രൂപത്തിൽ വിമർശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ പ്രത്യേകിച്ചും നിങ്ങൾ ഓരോരുത്തരും നിശബ്ദരാകരുത്, നിങ്ങൾ ഓരോരുത്തരും ഉണർന്നെഴുന്നേൽക്കണം. ഇപ്പോൾ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടു, നാളെ നിങ്ങളായിരിക്കും, നിങ്ങളെ മകളായിരിക്കും, നിങ്ങളെ മകനായിരിക്കും. ഈ പറയുന്ന വെറ്റിനറി കോളേജിൽ അവിടെ ഒരു വിദ്യാർത്ഥി മാത്രമല്ല ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ പീഡിപ്പിക്കപ്പെട്ട ധാരാളം പേരുണ്ട്. അത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. കോളേജിൽ നിന്ന് പോയിട്ടുള്ള ആളുകളുണ്ട്. പിന്നീട് ജീവശവമായി അവർ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾ പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ട്, അവരെ പുറം ലോകത്ത് എത്തിച്ചിട്ടുണ്ട്. കോളേജിന് പുറത്ത് പലർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ പിച്ച് ചീന്താൻ വേണ്ടി അവിടെയുള്ള CPM നേതാക്കന്മാർ മത്സരമായിരുന്നു. ഇവിടെയുള്ള ചില കോളേജ് അധ്യാപകന്മാർ ഇതിന് കൂട്ടായിരുന്നു. അതെ, നമ്മളെ ഞെട്ടിക്കുന്ന ആ സംഭവത്തെക്കുറിച്ച് അഖിൽ മാരാർ പറയുന്നത് കേൾക്കേണ്ടതാണ്. നമുക്കത് പൂർണ്ണമായി കേൾക്കാം. പ്രിയപ്പെട്ട സഖാക്കന്മാരെ, നിങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. അങ്ങ് ഉത്തർപ്രദേശിൽ യോഗിയുടെ കിരാതമായ ഭരണത്തിന് കീഴിൽ അവിടെ ഒരു കോളേജിൽ കുറെ ABVP കുട്ടികൾ ചേർന്നിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 18-ാം തീയതി അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം അവനെ കെട്ടിയിട്ട് അവന് ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ 150ഓളം കുട്ടികളുടെ മുന്നിൽ നഗ്നനാക്കി മർദ്ദിച്ച് ഇല്ലാതാക്കി കൊന്നുകളഞ്ഞിരിക്കുകയാണ്. ഇത് കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, ഈ ഭരണകൂടത്തിന്റെ ആൾക്കാരും ഈ ABVP എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും പിന്നീട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവനെ ABVP-കാരനാക്കി മാറ്റി ഒരു അനുശോചനം അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ യോഗിയാണല്ലോ, യോഗി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാസിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ യോഗിയെ ഭയന്ന അല്ലെങ്കിൽ യോഗിയുടെ എല്ലാ തെണ്ടിത്തരങ്ങൾക്കും കുടപിടിച്ചു കൊടുക്കുന്ന ഈ കോളേജ് മാനേജ്മെന്റും ആ കോളേജിലെ നെറികെട്ട അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ഈ കുട്ടിയുടെ മരണത്തെ ഒരു ആത്മഹത്യയാക്കി മാറ്റാനൊരു ശ്രമം നടത്തി. നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ അറിയാതിരിക്കുന്നില്ലല്ലോ. ഇന്ത്യയിൽ എവിടെ നടക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അറിയാതിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയം അറിയാതിരിക്കുന്നത്? പിന്നെ മാത്രമല്ല, ഈ മരിച്ച ചെറുപ്പക്കാരൻ ഒരു ദളിതൻ കൂടിയാണ്. അപ്പൊ ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് ഒരു 10 ലക്ഷം രൂപ എടുത്ത് ഹൈദരാബാദിൽ രോഹിത് വേമൂലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോയതുപോലെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങ് UP-യിലേക്ക് വിട്ടോളൂ. എനിക്കറിയാം, നാളെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ പോയിരിക്കും. ഇവിടുത്തെ സകല സാംസ്കാരിക നായകന്മാരും ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കും. ഇവിടുത്തെ സകല സിനിമാക്കാരും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ രേഖപ്പെടുത്തും, അനുശോചനം രേഖപ്പെടുത്തും. ഇന്ത്യയെ ഒട്ടാകെ ഞെട്ടിച്ച ഈ ക്രൂരമായ കൊലപാതകത്തിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടും. ഇതുപോലെ ഒരു ഫാസിസ്റ്റ് ഭരണം ലോകത്തുണ്ടോ എന്ന് ചോദിക്കും. ഇതുപോലെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തുണ്ടോ എന്നിവർ ഘോരഘോരം വാദിക്കും. കവിതകൾ എഴുതും, പാട്ടുകൾ പാടും, സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തും, നാടകങ്ങൾ നടത്തും, തെരുവ് നാടകങ്ങൾ നടത്തും, കൊട്ടിക്കോഷിക്കും, തെയ്യവും കഥകളിയുമായിട്ട് ഇവർ പല രീതിയിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തും. നാണവും മാനവും ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ അവഗണിച്ചു വിടുന്ന രീതികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്തിട്ടുണ്ടോ? അമൃതം ഗമയ എന്ന് പറയുന്ന പഴയ ലാലേട്ടന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമ എപ്പറച്ച് നിങ്ങൾക്കറിയാം. തമ്പുരു ശ്രുതി മീട്ടിയോ തളിരങ്കുലി തൊടുമ്പോൾ, ഈ ഒരു പാട്ട് നിങ്ങളെല്ലാവരും ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമയുടെ വിഷയം ഒരു ഡോക്ടറായ മകനെ വിദ്യാർത്ഥിയെ അതിക്രൂരമായി കൊന്ന ഒരു റാഗിംഗ് സംഭവത്തെ തുടർന്ന് ബേസ് ചെയ്ത് വന്ന ഒരു കഥയാണ്. അപ്പൊ ഇത് ഇന്നലകളിലും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇന്നും വർഷങ്ങൾക്ക് ഇപ്പോൾ 1987 ഇറങ്ങിയ ഒരു സിനിമയിൽ പറഞ്ഞ അതേ വിഷയം നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാരാണ് ചെയ്യുന്നത്? ഇത് കേവലം ഞാൻ SFI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട വീഡിയോ അല്ല. ഇവിടെ ഒരു വിദ്യാർത്ഥിയിലേക്ക് രാഷ്ട്രീയം വരുമ്പോൾ അവൻ വിദ്യാർത്ഥി അല്ലാതായി മാറുന്നു എന്നുള്ളിടത്താണ്. ഒരുവൻ രാഷ്ട്രീയക്കാരനായി മാറുമ്പോൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി മാറുമ്പോൾ അവനൊരു കൊലപാതകിയായി മാറുന്നു എന്നുള്ളിടത്താണ് നമ്മൾ എതിർക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് അപ്രമാദിത്വത്തോടുകൂടി രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ആ BJPയുടെ മൂക്കിന്റെ കീഴിലിരിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസാണ് JNU. ഈ JNUവിൽ കഴിഞ്ഞ ഇത്രയും നാളുകൾക്കിടയും
അവിടെ SFI തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തിയുള്ളത്. അവിടെ SFIക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ചുറ്റിനും പുറത്തുള്ള ഏതെങ്കിലും RSSകാർ കയറി അവിടെ SFIക്കാരെ മർദ്ദിച്ച് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് അവർക്ക് അവിടെ ഒരിക്കലും രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളും എത്രയോ ക്രൂരന്മാരാണ് നിങ്ങൾ എന്നുള്ളതല്ലേ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ എതിർ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ജനാധിപത്യ മൂല്യമോ പ്രതിപക്ഷ ബഹുമാനമോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമോ കൊടുക്കാതെ ഫാസിസത്തിന്റെ അങ്ങേ തലക്കൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ SFI എന്നുള്ളത്? വിമർശനാത്മകമായിട്ട് മാനുഷിക ബോധ്യത്തോടുകൂടി മൂല്യത്തോടുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാ ക്യാമ്പസുകളിലും തിരുവനന്തപുരത്ത് ASFന്റെ കുട്ടികൾക്ക് പോലും നേരിടേണ്ടി വന്ന ക്രൂരമായ അപകടങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ക്യാമ്പസിലുടനീളം SFIയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് ഇത്തരം പ്രവൃത്തികളാണ്. ഇനി ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ചൊരു വിഷയം, ഈ ചെറുപ്പക്കാരന്റെ ദാരുണമായ മരണത്തിൽ എനിക്ക് സമൂഹത്തോട് ചോദിക്കാനുള്ളതും എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ തിരുത്തി മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ച് ഒരു കാലത്തും ഇല്ലാത്ത വിധം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അധികം അവർ നിന്നില്ല. അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നെങ്കിലും പറയാൻ പറ്റും. മറ്റേത് സാധാരണ അങ്ങനല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു SFI നേതാവ് ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു, അവന് നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? 3 ദിവസമായിട്ട് അവനെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഹാഷ്മി പറയൂ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഒരു വിവരം കെട്ടവൻ ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അതായത് ഞങ്ങൾ അവനെ തല്ലിക്കൊന്നു, ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ കൊടുത്തില്ല എന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങൾ അവനെ നഗ്നനാക്കിയൊക്കെ മർദ്ദിച്ചു, ക്രൂരമായി മർദ്ദിച്ചു, പക്ഷേ ഞങ്ങൾ അവന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും മൂല്യബോധമുള്ള ഒരു മനുഷ്യരാണ് ഞങ്ങൾ അങ്ങനെ നിങ്ങളെ കണക്കൊന്നുമല്ല. ISSകാർ പോലും മരിക്കുന്നതിന് മുമ്പ് ഇച്ചിരി വെള്ളം കൊടുക്കും. എടാ നാറികളെ, ISSനെ കാട്ടിയും അപമാനിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ മാറുന്നത് നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ്. പല രാഷ്ട്രീയ കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്, പലരും പലരെയും കൊന്നിട്ടുമുണ്ട്. പക്ഷെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കൊലപാതകങ്ങൾ പലപ്പോഴും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ബംഗാളിൽ 55,000 പേരെയാണ് കൊന്നൊടുക്കിയത്. 21,000 പേരെ കൊന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, പുതുതിയ പട്ടാചാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറില്ല. അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ BJPക്കെതിരെ പോലും നടക്കുന്നത് വർഗീയ പരാമർശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ SPക്കോ BSPക്കോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നവരെ കൊന്നൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നുവരെയും നാളിതുവരെയും കോൺഗ്രസ്സുകാർ പോലും ഉത്തരേന്ത്യയിൽ പറഞ്ഞിട്ടില്ല BJP കാരണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിൽ ആരാരെ കൊന്നാലും അതിന്റെ ഒരു ഭാഗത്ത് CPM ഇല്ലേ? ഒരു മുസ്ലിം ലീഗുകാരൻ കൊല്ലപ്പെട്ടാൽ ഒരു ഭാഗത്ത് CPM ഉണ്ടായിട്ടില്ലേ? ഒരു PDPക്കാരൻ കൊല്ലപ്പെട്ടാൽ അതിന്റെ ഒരു ഭാഗത്ത് CPM ഉണ്ടായിട്ടില്ലേ? ഒരു CPIക്കാരൻ കൊല്ലപ്പെട്ടാൽ അതിന്റെ ഒരു ഭാഗത്ത് CPM ഉണ്ടായിട്ടില്ലേ? കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ടാൽ BJPക്കാരൻ കൊല്ലപ്പെട്ടാൽ അത് എന്തും അപ്പം ആരെങ്കിലും നിങ്ങളെ തിരിച്ചറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളെയും കൊന്നിട്ടുണ്ട്, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ, ഞങ്ങളുടെ ആൾക്കാരാണ് മരിച്ചെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണുള്ളത്? അപ്പൊ കൊലപാതകം നിങ്ങളെ രക്തത്തിൽ ആവാഹിക്കപ്പെട്ടുള്ളതാണ്. ഇനി പ്രധാനമായും ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പറയാം. എന്നെ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുത്തിയത് അവിടെ നിശബ്ദരാക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹമാണ്. എന്തൊരു തലമുറയാണ് നമ്മുടെ മുന്നിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 150 കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ, പണ്ടുള്ള കാലത്തായിരുന്നെങ്കിൽ ശരിയാ, പറയാൻ ഇവരോട് ഭയം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാത്രം, ആ ക്യാമ്പസിനുള്ളിൽ മാത്രം തളയ്ക്കപ്പെടുകയും അത് പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്യും. ഇന്ന് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ആയുധം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ആ നടന്ന സംഭവം ഒന്ന് പകർത്തി പുറം ലോകത്തോട് പറയാൻ ചങ്കുറപ്പില്ലാത്ത 150 വിദ്യാർത്ഥികളായിപ്പോയല്ലോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത്. ഇപ്പൊ എന്നോട് പലരും പറയും, അഖിലൊരു സെലിബ്രിറ്റിയാണ്, അഖിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, സിനിമ എടുക്കാനുണ്ട്, അപ്പോൾ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയരുത്, അഖില് മിക്കയിടത്തും നിശബ്ദത പാലിക്കുന്നതാണ് അഖിലിന് നല്ലത്. ശരിയാണ്, എനിക്ക് നല്ലതാണ്, നിശബ്ദത പാലിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ആ 150 പേരുടെ കണ്ടുകൊണ്ടിരുന്ന 150 പേരായ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ഒരുവനെയാണ് ഈ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്നത്. നിങ്ങളുടെ നിശബ്ദത നാളെ നിങ്ങളെയും ഇതിലേക്ക് വരും. നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം. ഞാനിവിടെ പ്രതികരിക്കുന്നതിനാണ്. ഇവിടെ ഒരു കലാകാരൻ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ട് പലരും നിശബ്ദരാവും. നിശബ്ദതയാണ് ഈ നാടിന്റെ ശാപം. നിശബ്ദരാക്കപ്പെടുന്ന ഒരു ജനതയാണ് ഈ നാടിന്റെ ശാപം. ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടന്റെ അടിമകളായി പോയത്? ഇത്തരം നിശബ്ദതയാണ്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ചെയ്തോളുമെന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് കൂടി ഏറ്റെടുക്കാൻ പഠിക്കണം. ഓരോ വിദ്യാർത്ഥി ക്യാമ്പസ് രാഷ്ട്രീയവും ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ചങ്കുറപ്പുള്ള ചെറുപ്പക്കാർക്ക് കഴിയണം. ഒരു കക്ഷി രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാതെ തെറ്റുകളെ തെറ്റായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
സംസാരിക്കാൻ ചങ്കുറപ്പുള്ള വിദ്യാർത്ഥി സമൂഹം ഉണ്ടാവണം. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാം, പക്ഷെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയാണോ തെറ്റ് ചെയ്തത്, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും. ഇന്നലകളിൽ SFIയുടെ കൊടി പിടിച്ചൊരുവൻ, നിങ്ങൾക്കൊപ്പം നടന്നൊരുവനെയാണ് നിങ്ങൾ കൊന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ആശ്വാസത്തിൽ ഇരുന്ന് പറയുകയാണ്. അവൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ ഞങ്ങൾ കൊന്നത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ ഒരുത്തൻ ഞങ്ങളെ ഒരുത്തൻ കൊന്നതിന് നിങ്ങൾക്ക് എന്താ വേണം എന്ന രീതിയിലാണ് പറയുന്നത്. അവൻ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്നു, ഞാൻ ഫോട്ടോ കാണിക്കാം. അപ്പൊ കൂട്ടത്തിലൊരുത്തനെ കൊന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ്, ഗവർണർ വിളിച്ച ക്രിമിനലുകൾ എന്ന് മാത്രമല്ല അതിന് മുകളിലേക്ക് ഇവരെ വിളിക്കേണ്ടി വരും. ആ രീതിയിലുള്ള ചെയ്തിയാണ് ചെയ്തത്. ഇത് പറയാൻ നിർബന്ധിതനാക്കുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾ ഇനിയും ഇത്തരത്തിൽ പിടഞ്ഞു വീണ് മരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിശബ്ദത നിങ്ങൾ വെടിയണം. ഉറച്ചു സംസാരിക്കാനും ചങ്കുറപ്പോടുകൂടി നിന്ന് തെറ്റുകളെ ചോദ്യം ചെയ്യാനുമുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാവണം. രക്ഷകർത്താക്കൾക്ക് അഭിമാനത്തോടുകൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിടാനുള്ള ധൈര്യം ഉണ്ടാവണം. വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെതിരെ അതിനെതിരെ നിയമം നടപ്പിലാക്കാൻ പോയ ഒരു ഗവൺമെന്റ് കൂടിയാണ്. അത് തടയണമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റാണ്. എന്താ കാര്യം? ഈ ചെറുപ്പക്കാരെ, ഈ കുട്ടികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തലയിൽ വിഷം കുത്തിവെച്ചു കൊടുത്ത് തങ്ങളുടെ അടിമകളാക്കി മാറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കമ്മ്യൂണിസം ഉണ്ടോ? ഭാവിയിൽ കമ്മ്യൂണിസം ഇല്ല. അപ്പൊ ഭാവിയിലെ കമ്മ്യൂണിസം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൽ പോകുന്ന കുട്ടികളെ SFI ആക്കി മാറ്റണം. കാരണം പലരും SFI ആകാൻ വേണ്ടി പോകുന്നതല്ല, പല ക്യാമ്പസുകളിലും SFI ശക്തമാണ്. അത്തരം ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരുവൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് SFI ആയി മാറുന്നു. എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥി ചെറുപ്പക്കാരായിരുന്നു. പക്ഷേ ഒരിക്കൽ അവൻ SFI ആവുന്നതോടുകൂടി അവന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം മരവിച്ച് അവൻ അറിയാതെ ആ ലഹരിയിൽ അടിമയായി മാറി അവൻ സ്വയം നശിക്കുകയാണ്. പിന്നീട് അവൻ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, അവന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്ക് അവനൊന്നും നേടിയിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം കൂടി അവൻ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിശബ്ദത പാലിക്കരുത്. ഇപ്പം നമ്മുടെ എവിടെയോ ഒരു, അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നതല്ല, നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത് വരെയും, നമുക്ക് വേണ്ടപ്പെട്ടവൻ മരിക്കുന്നത് വരെയും മാത്രമേ നമ്മളെ ബാധിക്കുന്നാവുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഓട സ്ലാബ് ഇളവി കിടക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചോളും PWDയുടെ പണിയല്ല. നിങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും, അല്ലെന്നുണ്ടെങ്കിൽ PWDയുടെ 4 തെറി വിളിക്കും. വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ആ ഓടയെ വീണ് നിങ്ങളുടെ അനിയനോ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ ബൈക്കിൽ വീണ് ആ കുഴിയിൽ വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെ പോസ്റ്റ് ഇടുന്നതിൽ എന്തർത്ഥം? തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കും കൂടി ചോദിക്കാൻ കഴിയണം. ഞാനിത് എടുത്തെടുത്ത് പറഞ്ഞത്, ഇത്രയേറെ ക്രൂരമായ പീഡനങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ആ ക്യാമ്പസിൽ അനുഭവിക്കേണ്ടി വന്നിട്ടും അത് എന്തുകൊണ്ട് പുറത്തറിയാൻ വൈകി? എന്തുകൊണ്ട് ആ നിമിഷം നമ്മൾ അറിഞ്ഞില്ല? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഈ അധ്യാപകർ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നവന്മാരുണ്ടല്ലോ, അധ്യാപകർ എന്ന് പറയുന്ന പദത്തിനോട് യാതൊരു നീതിയും ബോധവും പുലർത്താത്ത പരമനാറി ചെറ്റകൾ, ഇവന്മാർ അവിടെ ഇരുന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ മരണത്തെ ആത്മഹത്യയാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ആരെയാണ് തിരുത്തേണ്ടത്? അധ്യാപകരെയാണോ തിരുത്തേണ്ടത്? ക്യാമ്പസിനെയാണോ തിരുത്തേണ്ടത്? വിദ്യാർത്ഥികളെയാണോ തിരുത്തേണ്ടത്? നമുക്കാകെ ചെയ്യാൻ കഴിയാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക. എന്തൊക്കെ നഷ്ടം വന്നെന്ന് പറഞ്ഞാലും ശക്തമായി പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക. അത്രയും മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. നാളെയും ഒരു ക്യാമ്പസിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. നന്ദി.